നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണല്ലോ മനുഷ്യ വന്യജീവി സംഘർഷം. കാട്ടിനുള്ളിലെ ഭക്ഷ്യലഭ്യത കുറയുന്നത് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമാകുന്നുണ്ട് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം കുറയ്ക്കുന്നതിനുള്ള പ്രധാനമായൊരു മാർഗമാണ് വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് തീറ്റയും കായ്കനികളും ഒക്കെ ഉറപ്പുവരുത്തുക എന്നത്. ഇതിനായുള്ള ശ്രദ്ധേയമായൊരു സംരംഭത്തിന്റെ കഥയാണ് നല്ല വാർത്തയിൽ ആദ്യം. വിത്തൂട്ട് എന്നാണ് വനം വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. വിത്ത് പന്തുകൾ അഥവാ വിത്തുണ്ടകൾ ആദ്യം തയ്യാറാക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെയുള്ള വനം വകുപ്പ് ഡിവിഷനുകളുടെയും റേഞ്ചുകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഇവ കാട്ടിൽ വിതറും. പരിപാടിയെക്കുറിച്ച് വനം കൺസർവേറ്റർ DK വിനോദ് കുമാർ. സീഡ് ബോൾ ബ്രോഡ്കാസ്റ്റിംഗ് സംസ്ഥാനത്തുടനീളം നടത്തുന്നതിലേക്കാണ് വനം വകുപ്പ് ഈ കാലവർഷം ആരംഭിച്ച വേളയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതി. സീഡ് ബോൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള ഈ പദ്ധതിക്ക് വിത്തൂട്ട് എന്നാണ് നമ്മൾ നാമം നൽകിയിട്ടുള്ളത്. തനത് ആവാസ വ്യവസ്ഥയ്ക്കനുസൃതമായി ചെടികളുടെയും മരങ്ങളുടെയും പുല്ലുകളുടെയും വിത്തുകൾ ശേഖരിച്ച് മണ്ണ്, ചെളി, ജൈവവളം എന്നിവയുടെ മിശ്രിതത്തിൽ അവയുമായി ചേർത്ത് ഗോളരൂപത്തിലാക്കി തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നവയാണ് വിത്തുണ്ടകൾ. പരിസ്ഥിതി പുനഃസ്ഥാപനം, ഭക്ഷണ ലഭ്യത ഉറപ്പാക്കൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവ സാധ്യതയുള്ള മലഞ്ചെരിവുകളുടെ ശക്തിപ്പെടുത്തൽ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. നല്ല കാലവർഷ മഴ കൂടി ലഭിക്കുന്ന സമയമായതിനാൽ വിത്തുകൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഫലവൃക്ഷങ്ങളായി മാറും. ആഞ്ഞിലി, ഈറ, കാട്ടുകാര, ഞാവൽ, ഒലട്ടി, പ്ലാവ് തുടങ്ങിയ തദ്ദേശ വൃക്ഷങ്ങളുടെ വിത്തുകളാണ് ഇങ്ങനെ വിതറുന്നത്. ഈ മാസം 15-ന് ആരംഭിച്ച വിത്തൂട്ട് ഓഗസ്റ്റ് 15 വരെ നീളും. കഴിഞ്ഞ മാസം 21-ന് കർണാടകയിലെ കർവാർ നാവിക താവളത്തിൽ INSV കൗഡിന്യ എന്ന പേരിൽ ഒരു പുതിയ പായ്ക്കപ്പൽ പുറത്തിറക്കി. ഇതിൽ എന്താണ് ഇത്ര പുതുമ എന്നല്ലേ? ഇതൊരു സാധാരണ കപ്പലല്ല. മഹാരാഷ്ട്രയിലെ അജന്ത ചുവർ ചിത്രങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു അജന്ത ചിത്രത്തിൽ നിന്നാണ് ഈ കപ്പലിന്റെ ഡിസൈൻ സ്വീകരിച്ചിട്ടുള്ളത്. പ്രാചീന ഭാരതത്തിൽ കപ്പലുകൾ നിർമ്മിച്ചിരുന്ന രീതിയിൽ അജന്ത ചിത്രത്തിലെ ഡിസൈൻ ഉപയോഗിച്ചാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. മരപ്പലകകൾ പ്രാചീന കാലത്തെ രീതിയിൽ തുന്നിച്ചേർത്താണ് കപ്പൽ നിർമ്മിച്ചത്. കയർ, തെങ്ങിൻ നാര്, മരക്കറ എന്നിവ ഉപയോഗിച്ചായിരുന്നു തുന്നൽ. കേരളീയനായ കപ്പൽ നിർമ്മാണ വിദഗ്ധൻ ബാബു ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു കപ്പൽ നിർമ്മാണം. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ വിവിധ അടയാളങ്ങൾ കൗഡിന്യയ്ക്ക് അലങ്കാരം ചാർത്തുന്നു. കപ്പൽ നാവികസേനയുടെ ഭാഗമാകുന്ന ചടങ്ങിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര ഷെഖാവത്ത് മുഖ്യാതിഥിയായി. ഈ വർഷം അവസാനത്തോടെ ഗുജറാത്തിൽ നിന്ന് ഒമാനിലേക്കുള്ള പുരാതന വ്യാപാര പാതയിലൂടെ കപ്പൽ സമുദ്രയാത്രകൾക്ക് തുടക്കം കുറിക്കും. അതിജീവനത്തിന്റെയും ഉപജീവനത്തിന്റെയും ശാക്തീകരണത്തിന്റെയും ഒക്കെ ഒരുപാട് കഥകൾ പറയാനുള്ള പ്രസ്ഥാനമാണ് കുടുംബശ്രീ. വൈവിധ്യമാർന്ന ഒട്ടേറെ സാമൂഹിക പരീക്ഷണങ്ങൾ കുടുംബശ്രീ ഏറ്റെടുത്ത് വിജയിപ്പിക്കാറുണ്ട്. അത്തരമൊരു കഥയാണ് നല്ല വാർത്തയിൽ ഇനി. ഗ്രാമീണ ഗോത്രവർഗ മേഖലകളിലെ കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷയിൽ മിടുമിടുക്കരാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച ഒരു പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ. ഇംഗ്ലീഷ് ഭാഷയിലെ നൈപുണ്യം വർദ്ധിപ്പിച്ച് തൊഴിലിലും ഉന്നത വിദ്യാഭ്യാസത്തിലും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും മുന്നിലെത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടി നടന്നുവരികയാണ്. പത്തനംതിട്ട ജില്ലയിലെ വനമേഖലകളിൽ കഴിയുന്ന മലബണ്ടാരം ഗോത്രത്തിൽപ്പെടുന്ന നിരവധി വിദ്യാർത്ഥികൾ ഈ വേനലവധി കാലത്ത് കമ്മ്യൂണിക്കോർ 3 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ക്യാമ്പിന്റെയും പരിപാടിയുടെയും വിശേഷങ്ങളുമായി കുടുംബശ്രീ പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആദില S. തദ്ദേശ വിഭാഗത്തിലെ കുട്ടികൾ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യമില്ലാതെ മത്സര പരീക്ഷകൾക്കാണെങ്കിലും ജോലി സാധ്യതകൾക്കാണെങ്കിലും ഒക്കെ പിന്തള്ളപ്പെടുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിൽ നിന്നും മാറി ഈ ആഗോള ഭാഷയോടൊരു ഇഷ്ടമുണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ അത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നതിനുമായിട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ. 12 മുതൽ 18 വയസ്സ് വരെ
വരെയുള്ള തദ്ദേശ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിനായി തിരഞ്ഞെടുത്തത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലബണ്ടാരം എന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയാണ്. മലബണ്ടാരം വിഭാഗം എന്നാൽ വനത്തിനുള്ളിൽ കഴിയുന്ന ഒരു ജനവിഭാഗമാണ്. അത്തരത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഇതിന് പരിശീലനം നൽകാനായി തിരഞ്ഞെടുത്തത്. 36 കുട്ടികൾ പരിശീലനം നൽകാൻ സാധിച്ചു. ഇവർക്ക് വളരെ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയുള്ള ക്ലാസ് മുറികളിൽ 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 3 ഘട്ട പരിശീലനമാണ് നൽകിയത്. ഈ അവധിക്കാലം വളരെ നല്ല രീതിയിൽ അവർക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് സാധിച്ചു. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കമ്മ്യൂണിക്കോർ വിഭാവനം ചെയ്യുന്നത്. തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും 24 മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സ് ഇവർക്ക് നൽകും. അവസാന ദിവസം അവർ തമ്മിൽ ഇംഗ്ലീഷിൽ അഭിസംബോധന ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടാണ് ക്യാമ്പിൽ നിന്ന് പിരിഞ്ഞു പോയത് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. രസകരമായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ ആത്മവിശ്വാസവും ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒഴുക്കും വളർത്തിയെടുക്കുന്നു. അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ അവസരങ്ങളുടെ വിശാലമായ ലോകവുമായി സംയോജിപ്പിക്കാൻ ഇത്തരം നല്ല പരീക്ഷണങ്ങൾ സഹായിക്കും. നട തുറന്നിരിക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ഇവിടെ തിക്കിലും തിരക്കിലും പെട്ട് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകരുടെ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടമായി പോകുന്നത് അപൂർവമല്ല. ഒരു ആശയവിനിമയ ഉപാധി മാത്രമല്ലല്ലോ ഇന്ന് മൊബൈൽ ഫോൺ. പണപ്പെട്ടിയും പാട്ടുപെട്ടിയും വഴികാട്ടിയും ടോർച്ചും റേഡിയോയും ടിക്കറ്റും എന്തിനേറെ തിരിച്ചറിയൽ ഉപാധി പോലുമാണ് മൊബൈൽ ഫോൺ. ജീവിതത്തോട് ഇത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഉപകരണം നഷ്ടമായി പോകുന്നത് ഒട്ടും സുഖകരമായ ഒരു അനുഭവം ആകില്ല ആർക്കും. എന്നാൽ ഇപ്പോൾ പമ്പ പോലീസ് സ്റ്റേഷനിൽ സജ്ജമാക്കിയിട്ടുള്ള ഒരു സൈബർ ഹെൽപ്പ് ഡെസ്ക് ഇക്കാര്യത്തിൽ ഭക്തർക്ക് ഏറെ ആശ്വാസമാവുകയാണ്. കഴിഞ്ഞ മകരവിളക്ക് സീസണിൽ മാത്രം ശബരിമല സന്ദർശിച്ച 230 പേരുടെ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടു. അവരിൽ 102 പേർക്കാണ് ഈ ഹെൽപ്പ് ഡെസ്ക് ഇടപെടലിലൂടെ ഫോണുകൾ തിരികെ ലഭിച്ചത്. സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ പോർട്ടൽ ഉപയോഗിച്ചാണ് മൊബൈൽ ഫോണുകൾ തേടി കണ്ടെത്തുന്നത്. സ്റ്റേഷനിൽ പരാതിപ്പെടുന്ന ഭക്തരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും CEIR പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. കാണാതായ മൊബൈൽ ഫോൺ ഉടൻ തന്നെ ബ്ലോക്ക് ആകും. ബ്ലോക്ക് ചെയ്ത ഫോൺ ഏതെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് വഴി സ്വിച്ച് ഓൺ ആയാൽ സൈബർ ഹെൽപ്പ് ഡെസ്കിലെ ഉദ്യോഗസ്ഥർ ഫോൺ നിലവിൽ ഉപയോഗിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയും ഉടമയെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഫോണുകൾ തിരികെ ലഭിച്ചു. കഴിഞ്ഞ മാസം മാത്രം 6.5 ലക്ഷം വില വരുന്ന 25 ഫോണുകൾ കണ്ടെടുക്കാൻ ഈ സംവിധാനത്തിലൂടെ കഴിഞ്ഞു. പണ്ടുകാലത്തെ തദ്ദേശീയ ഭക്ഷണശീലങ്ങളിൽ പ്രധാന വിഭവങ്ങളായിരുന്നു ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. പഞ്ഞപ്പുല്ലും കൂവരകും തിനയും വരകും ചാമയുമൊക്കെ ആഹാരത്തിന്റെ ഭാഗമായിരുന്നു. നെല്ലും ഗോതമ്പും പോലുള്ള ധാന്യവിളകൾ പ്രാമുഖ്യം നേടിയതോടെ ചെറുധാന്യങ്ങൾ അടുക്കളയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. അടുത്തിടെയായി ചെറുധാന്യങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ഗുണഗണങ്ങൾ ആളുകൾ കൂടുതലായി തിരിച്ചറിഞ്ഞു വരുന്നു. പ്രോട്ടീൻ, ധാതുക്കൾ, ഭക്ഷ്യനാര് എന്നിവയിലെല്ലാം സമ്പന്നമാണ് ചെറുധാന്യങ്ങൾ. ജീവിതശൈലി രോഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറുധാന്യങ്ങൾക്ക് ചെറുതല്ലാത്ത പ്രസക്തിയാണുള്ളത്. അടുത്തിടെ തിരുവനന്തപുരം പാപ്പനംകോട് പ്രവർത്തിക്കുന്ന CSIR NIIST ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ന്യൂട്രി ബാർ എന്ന പലഹാരം വികസിപ്പിച്ചെടുത്തു. ആരോഗ്യകരമായ ഒരു ലഘുഭക്ഷണം എന്ന നിലയിലാണ് മില്ലറ്റ് ന്യൂട്രി ബാറിനെ NIIST അവതരിപ്പിച്ചിട്ടുള്ളത്. മണിച്ചോളം, കപ്പലണ്ടി, ചിലയിനം വിത്തുകൾ എന്നിവ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ചെറിയ വിശപ്പൊക്കെ ഒന്ന് ശമിക്കാനും എന്തെങ്കിലുമൊക്കെ കുറച്ചിരിക്കാൻ തോന്നുമ്പോൾ കഴിക്കാനും പറ്റിയ ആരോഗ്യകരമായ ഒരു ഉൽപ്പന്നം, അതാണ് മില്ലറ്റ് ന്യൂട്രി ബാർ. ജൂൺ 2-ാം വാരം NIISTയിൽ നടന്ന ഒരു ചടങ്ങിൽ ഈ ചെറുധാന്യ ന്യൂട്രി ബാർ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ കേരളത്തിലെ തന്നെ ഒരു സംരംഭത്തിന് NIIST കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം അവതരണം മയൂഷ AM. തയ്യാറാക്കിയത് അരവിന്ദ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.